ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ജർമ്മൻ ഔപെയർ വിസ അപ്പോയിൻമെൻറ്റിന് ആവശ്യമായ ഡോക്യുമെൻറ്റ്സിൻ്റെ ചെക്ക് ലിസ്റ്റിനെ കുറിച്ചാട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ എന്നെക്കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് ജിസ ബെന്നി എന്നാണ്. ഞാനിപ്പോൾ ജർമ്മനിയിൽ ഔപെയർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലോ കേട്ടോ. ഇപ്പോൾ എനിക്ക് ഏകദേശം ഒരു 539 സബ്സ്ക്രൈബേഴ്സായി. അപ്പോൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിനും വളരെ വളരെ നന്ദി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പം ഞാൻ ആദ്യം തന്നെ ഔപെയർ എന്താണെന്ന് ചെറുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം കേട്ടോ. ഔപെയർ എന്ന് വെച്ചാൽ നമുക്ക് ജർമ്മനിയിലേക്ക് ഏറ്റവും എളുപ്പത്തിൽ വരാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആട്ടോ. അപ്പോൾ ഔപെയറിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പോയി ഒന്ന് കാണുക കേട്ടോ. ഓക്കെ, ഔപെയർ എന്ന് വെച്ചാൽ നമുക്ക് ജർമ്മനിയിലേക്ക് ഏറ്റവും എളുപ്പത്തിൽ വരാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. അതായത് നമുക്ക് ജർമ്മനിയിൽ ഒരു ജർമ്മൻ ഫാമിലീൻ്റെ ഒപ്പം സ്റ്റേ ചെയ്യാൻ പറ്റും കേട്ടോ. ഈ ജർമ്മൻ ഫാമിലി തന്നെ നമുക്ക് ഫുഡ് ആൻഡ് അക്കോമഡേഷനും പിന്നെ ലാംഗ്വേജ് കോഴ്സും പ്രൊവൈഡ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാണ് ഔപെയർ. അപ്പം നമുക്കിനി ഔപെയർ വിസ അപ്പോയിൻമെൻറ്റിന് ആവശ്യമായ ഡോക്യുമെൻറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് പറയാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഡോക്യുമെൻ്റ് എന്ന് വെച്ചാൽ അപ്പോയിൻമെൻറ്റ് കൺഫർമേഷൻ ലെറ്റർ ആണ്. അതായത് വിസ അപ്പോയിൻമെൻറ്റിൻ്റെ കൺഫർമേഷൻ ലെറ്റർ. ഇതില്ലാണ്ട് നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റില്ല കേട്ടോ. പിന്നെ എൻ്റെ ഏജൻസിക്കാർ തന്നെ എനിക്ക് എല്ലാ ഡോക്യുമെൻറ്റ്സും അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ജസ്റ്റ് അത് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് സൈൻ ചെയ്യേണ്ടടുത്ത് സൈൻ ചെയ്താൽ മാത്രം മതിയായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ഏജൻസിക്കാരുടെ അടുത്തും ചോദിക്കുക. ഓരോ ഏജൻസിയിലും ഡിഫറൻസ് ഉണ്ടാവുമല്ലോ, എനിക്കറിയത്തില്ല. അപ്പോൾ നിങ്ങളുടെ ഏജൻസീൻ്റെ അടുത്ത് ചോദിക്കുക എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണമെന്ന് ചോദിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ രണ്ടാമതായി വേണ്ടത് നമ്മുടെ ഒറിജിനൽ പാസ്പോർട്ടാട്ടോ. ആ ബേക്കിൽ കാണുന്ന കുപ്പി ബിയർ ബോട്ടിലാണെന്നൊന്നും തെറ്റിദ്ധരിച്ചേക്കരുത്. അത് സ്പ്രൂഡൽ വാസറിൻ്റെ ബോട്ടിലാട്ടോ. രണ്ടാമതായി വേണ്ടത് പാസ്പോർട്ടാട്ടോ, ഒറിജിനൽ പാസ്പോർട്ട്. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ മറന്നു പോകും. ഓക്കെ, ഇനി മൂന്നാമത് വേണ്ടത് ബയോമെട്രിക് ഫോട്ടോസ് ആട്ടോ. 4 ബയോമെട്രിക് ഫോട്ടോസ് വേണം. അപ്പോൾ അതിൻ്റെ സൈസും കാര്യങ്ങളും ഒക്കെ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാട്ടോ. നിങ്ങൾക്ക് പേടിയുണ്ടോ? അതായത് ഈ വിസ പ്രോസസ്സിങ് എങ്ങനെയായിരിക്കും, അതായത് എന്നാ പറയുക, അവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാകുമെന്ന് വിചാരിച്ചുള്ള ഒരു പേടിയുണ്ടോ? എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അവർ മൊത്തത്തിൽ ഇംഗ്ലീഷിലൊക്കെ ആയിരിക്കുമല്ലോ സംസാരിക്കുക, അങ്ങനെയൊക്കെ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നേ. പക്ഷെ അവിടെ പോയിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അവിടെ പോയി മനസ്സിലാക്കി ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല, എളുപ്പമാണ്. അപ്പം ഞാനിതിപ്പോൾ 3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്നാമത് അതായത് വിസ അപ്പോയിൻമെൻറ്റിൻ്റെ കൺഫർമേഷൻ ലെറ്റർ, രണ്ടാമത് നമ്മുടെ ഒറിജിനൽ പാസ്പോർട്ട്, മൂന്നാമത് 4 ബയോമെട്രിക് ഫോട്ടോസ് കേട്ടോ. ഇനി പറയാൻ പോകുന്നത് നമ്മുടെ ഫോമുകൾ, എന്തൊക്കെ ഫോമുകളാണ് വേണ്ടതെന്നാട്ടോ. അപ്പോൾ ആപ്ലിക്കേഷൻ ഫോം വേണം, ഡിക്ലറേഷൻ ഫോം വേണം, പിന്നെ കോണ്ടാക്റ്റ് ഇൻഫോർമേഷൻ്റെ ഫോം വേണം. 4 എല്ലാ സ്ഥലത്തും ആവശ്യമായ സ്ഥലത്തൊക്കെ സൈൻ ചെയ്യണം കേട്ടോ അതിൻ്റെ. അപ്പോൾ ഇതൊക്കെയാണ് ഫോമിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. ഓക്കെ, ഇനി പറയാൻ പോകുന്നത് അഞ്ചാമത്തെ എന്താണെന്ന് വെച്ചാൽ പാസ്പോർട്ടിൻ്റെ കോപ്പി എടുക്കണം. അതിൽ ഫ്രണ്ട് പേജും ബാക്ക് പേജിൻ്റെയും A4 സൈസ് കോപ്പി എടുക്കണം കേട്ടോ. ഇനി അടുത്തതെന്ന് വെച്ചാൽ പേഴ്സണൽ കവർ ലെറ്റർ എന്ന് വെച്ചാൽ അതിൽ നിങ്ങൾ ജർമ്മനിയിലേക്ക് പോകുന്നതിൻ്റെ ഉദ്ദേശവും പിന്നെ കാലാവധിയും വിശദീകരിക്കുന്ന ഒരു ലെറ്ററാണ്. അപ്പോൾ അത് ഒന്ന് നിങ്ങളുടെ ഏജൻറ്റുകാരുടെ അടുത്ത് ചോദിക്കണം കേട്ടോ. അതിനെക്കുറിച്ച് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണമെന്ന് നിങ്ങൾ ഒന്നുകൂടെ നിങ്ങളുടെ ഏജൻറ്റുകാരുടെ അടുത്ത് ചോദിക്കുന്നത് നല്ലതായിരിക്കും. എന്തായാലും ചോദിക്കണം കേട്ടോ. ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് മോട്ടിവേഷൻ ലെറ്റർ ആണ്. അതായത് നിങ്ങൾ ജർമ്മനിയിലേക്ക് എന്തിനാണ്, അതായത് ഔപെയർ എന്തിനാണ് ചൂസ് ചെയ്തത്, അതിൻ്റെ മോട്ടീവ് എന്താണ്, അങ്ങനെയൊക്കെ പറയുന്ന ഒരു ലെറ്ററാണ്. അത് ഈ ChatGPTൻ്റെ അടുത്തൊക്കെ ചോദിച്ചാൽ കറക്റ്റായിട്ട് അടിപൊളിയാക്കി തരും. ഞാൻ പറഞ്ഞില്ല, എനിക്കെല്ലാം എൻ്റെ ഏജൻറ്റുകാർ ചെയ്തു തരുമായിരുന്നു. അവരെനിക്ക് എല്ലാ ഡോക്യുമെൻറ്റും അയച്ചു തന്നായിരുന്നു. എനിക്ക് ജസ്റ്റ് ഞാൻ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് ആവശ്യമുള്ള സ്ഥലത്ത് സൈൻ ചെയ്താൽ മാത്രം മതിയായിരുന്നു. അപ്പോൾ നിങ്ങൾ വീണ്ടും ഞാൻ 2-3 വട്ടം പറയുന്നുണ്ടല്ലേ, ഏജൻറ്റുകാരുടെ അടുത്ത് ചോദിക്കാം കേട്ടോ. അപ്പം അടുത്തതിലേക്ക് ഞാൻ പറയാം. അടുത്തത് ഇനി വേണ്ടത് CV ആട്ടോ.
CV ഞാൻ എഡിറ്റ് ചെയ്തത് ക്യാൻവ എന്ന് പറഞ്ഞൊരു ആപ്പിലാണ്. നിങ്ങളിനി ഹൗസ് ബിൽഡിങ്ങിനൊക്കെ കയറുമ്പോൾ യൂറോപാസിൻ്റെ CV മതി. ഇപ്പോൾ അതിൽ നിന്ന് ക്യാൻവ എന്ന് പറഞ്ഞ ആപ്പിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്താൽ മതി. അപ്പോൾ CV. ഇനി അടുത്തത് 9ാമത്തത് ഔപെയർ കോൺട്രാക്റ്റ് ആട്ടോ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ഡോക്യുമെൻറ്റ്സും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ എന്നാലും ഔപെയർ കോൺട്രാക്റ്റ് അതും കൂടെ മറക്കാതെ എല്ലാ സാധനങ്ങളും എല്ലാ ഡോക്യുമെൻറ്റ്സും എടുക്കണം കേട്ടോ. ഏതെങ്കിലുമൊക്കെ കുറഞ്ഞു പോകുകയാണെങ്കിൽ വിസ കിട്ടത്തില്ല, റിജക്റ്റ് ആകും. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പം നിങ്ങൾ എല്ലാ ഡോക്യുമെൻറ്റും ശ്രദ്ധിച്ച് 2-3 വട്ടം ചെക്ക് ചെയ്യുക കേട്ടോ. എല്ലാ ഡോക്യുമെൻറ്റും ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യണം കേട്ടോ. ഇനി വേണ്ടത് ഇൻഫോർമൽ ഇൻവിറ്റേഷൻ ലെറ്റർ ആട്ടോ. അതായത് ഈ നമ്മുടെ ഹോസ്റ്റ് ഫാമിലീൻ്റെ അഡ്രസ്സും പിന്നെ സ്റ്റേ കൺഫർമേഷൻ ആയ ഒരു ചെറിയ ലെറ്റർ ആട്ടോ. അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ നിങ്ങൾക്ക് ഏജൻറ്റുകാർ അയച്ചു തരും കേട്ടോ. ഇനി 11ാമത്തേന്ന് വെച്ചാൽ നമ്മുടെ A1 സർട്ടിഫിക്കറ്റ് ഗോയിറ്റയോ നിങ്ങൾക്ക് ടെൽക്കോ ECLോ ഏത് വേണമെങ്കിലും എഴുതാം. പക്ഷേ A1 ഫുൾ മൊഡ്യൂൾ വേണം കേട്ടോ. A1 ഫുൾ മൊഡ്യൂൾ വേണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും A2 ആണെങ്കിലും A2 B1 ഇതിൻ്റെ ഏതെങ്കിലും ഫുൾ മൊഡ്യൂൾ വേണം കേട്ടോ. ഇനി അടുത്തത് പറയാൻ പോകുന്നത് പ്രൂഫ് ഓഫ് ക്വാളിഫിക്കേഷൻ. അതായത് 10th +2 ഇതിൻ്റെ ഒക്കെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് വേണം കേട്ടോ. ഇനി 13ാമതായി പറയാൻ പോകുന്നത് ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റും പ്ലസ് ട്രാൻസ്ലേഷനും. അതായത് അത് ബർത്ത് സർട്ടിഫിക്കറ്റ് ഇംഗ്ലീഷിലും ട്രാൻസ്ലേറ്റ് ചെയ്തത് വേണം കേട്ടോ. പിന്നെ അറ്റസ്റ്റേഷൻ ചെയ്തതും ആയിരിക്കണം. ഇനി ലാസ്റ്റത്തെ അല്ല, ഇനിയും ഒരു 2 കൂടിയുണ്ട്. ഓക്കെ, ഇനി 14ാമത്തെ. ഞാൻ ഈ നമ്പർ പറഞ്ഞു വന്നത് കറക്റ്റാണോ അല്ലയോ എന്ന് എനിക്കറിയത്തില്ല. എന്നാലും ഇത് 14ാമത്തെയാണ്. ഓക്കെ, 14ാമത്തേന്ന് വെച്ചാൽ ട്രാവൽ ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. അതായത് അറൈവൽ ഡേറ്റ് മുതൽ നമ്മുടെ ഔപെയർ സ്റ്റാർട്ട് ചെയ്യുന്നത് വരെ കവർ ചെയ്യുന്ന ഒരു ഇൻഷുറൻസ് ആണ് കേട്ടോ. അപ്പോൾ 14ാമത്തെ ട്രാവൽ ഹെൽത്ത് ഇൻഷുറൻസ്. ഇനി ലാസ്റ്റത്തെ മറക്കാണ്ടെടുക്കണം, വിസ ഫീ. എനിക്ക് എത്രയാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ക്യാഷ് ആയിട്ടാണ് കേട്ടോ കൊണ്ടുപോയത്. ഞാൻ മറന്നു, ആ ടൈമിൽ എത്രയാണ് എടുത്തതെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പം നിങ്ങൾ എന്തായാലും ഈ ഫീൻ്റെ എമൗണ്ട് എംബസീൻ്റെ വെബ്സൈറ്റിൽ കയറി നോക്കണം, ചെക്ക് ചെയ്യണം കേട്ടോ. ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും, എനിക്കറിയത്തില്ല എത്ര എമൗണ്ട് എന്ന് എനിക്കറിയത്തില്ല. അപ്പം നിങ്ങളതൊന്ന് ചെക്ക് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങളുടെ ഏജൻറ്റുകാരുടെ അടുത്ത് ചോദിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഔപെയർ വിസ അപ്പോയിൻമെൻറ്റിൻ്റെ ആവശ്യമായ ഡോക്യുമെൻ്റ്. ഞാൻ ഈ ഡോക്യുമെൻ്റ് ഒക്കെ ഞാൻ ഒന്നുകൂടെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഒന്നുകൂടെ വ്യക്തമായിട്ട് ഇടാട്ടോ. കാരണം നിങ്ങൾക്ക് എളുപ്പത്തിൽ കയറി നോക്കാമല്ലോ. അപ്പോൾ ഇനി പറയാനുള്ളത് ശ്രദ്ധിച്ച് കേൾക്കണം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ഞാൻ മറന്നുപോയി പറയാൻ വേണ്ടി. ഓക്കെ, ഇനി പറയാൻ പോകുന്നത് നമ്മൾ ഈ പറഞ്ഞ ഓർഡറിലെ എല്ലാ ഡോക്യുമെൻസിൻ്റെ ഒരു കോപ്പിയും കൂടെ എടുക്കണം കേട്ടോ. അതായത് 2 ഐഡൻറ്റിക്കൽ ആപ്ലിക്കേഷൻ. ഞാൻ ഇപ്പോൾ പറഞ്ഞ ഡോക്യുമെൻറ്റിൻ്റെ ഒക്കെ ഒരു കോപ്പിയും കൂടെ എടുക്കണം. അത് മറക്കല്ല കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഡോക്യുമെൻറ്റ്സ് ഒന്നും അതായത് സ്റ്റേപ്പിൾ അടിക്കാൻ പാടില്ല കേട്ടോ. ഒന്നും ചെയ്യാൻ പാടില്ല. കറക്റ്റ് ഓർഡറിൽ എടുത്താൽ മതി. ഇനി അതൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ റിക്വയർമെൻറ്റ്സ് ചേഞ്ച് ഉണ്ടോയെന്നൊന്ന് ഈ വെബ്സൈറ്റിൽ കയറി നോക്കുന്നത് നല്ലതായിരിക്കും. അതൊക്കെ നോക്കണം കേട്ടോ നിങ്ങൾ എന്തായാലും. പിന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഔപെയറിന് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ കോൺടാക്റ്റും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയുക, ഞാൻ റിപ്ലൈ തരാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ.